പശ്ചിമേഷ്യ വീണ്ടുമൊരു വൻശക്തി രാഷ്ട്രീയത്തിന്റെ തന്ത്രപ്രധാനമായ യുദ്ധഭൂമിയായി മാറുമ്പോൾ ലോകമുറ്റുനോക്കുന്നത് ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഒരു ജനതയുടെ ആത്മാഭിമാനത്തോടെയുള്ള പ്രതിരോധത്തിലേക്കാണ്. ഒരു സമാധാന കരാറിൽ ഉടൻ ഒപ്പുവച്ചില്ലെങ്കിൽ ഇറാനു വരാനിരിക്കുന്നത് വളരെ മോശം സമയമായിരിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യമായ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ അസ്വസ്ഥതകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം ഫ്രഞ്ച് മാധ്യമങ്ങളിലൂടെ തങ്ങൾക്ക് ചർച്ചകളിൽ താൽപ്പര്യമുണ്ടെന്ന് വരുത്തിത്തീർക്കാൻ ശ്രമിക്കുമ്പോഴും ഇരട്ടത്തായ്പിനെയും യഥാർത്ഥ ഉദ്ദേശ്യങ്ങളെയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കൃത്യമായി തുറന്നുകാട്ടുന്നു. അമേരിക്കയിൽ നിന്ന് പുതിയ ചർച്ചകൾക്കുള്ള സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ മുൻകാല വഞ്ചനകളുടെ പശ്ചാത്തലത്തിൽ അവരുടെ ഉദ്ദേശശുദ്ധിയിൽ ശക്തമായ അവിശ്വാസം രേഖപ്പെടുത്താൻ ഇറാൻ മടിക്കുന്നില്ല. കഴിഞ്ഞ മാസം ഇരുപക്ഷവും ഒരു താൽക്കാലിക വെടിനിർത്തലിലെത്തിയെങ്കിലും അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള നിരന്തരമായ സാമ്പത്തിക പ്രകോപനങ്ങളും സൈനിക വിന്യാസങ്ങളും കാരണം സ്ഥിരമായൊരു സമാധാനം ഇപ്പോഴും അകലെയാണ്. ലോകത്തിലെ ആകെ എണ്ണവ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലെടുത്താണ് ഈ ആഗോള സാമ്പത്തിക യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദു. ഇറാന്റെ പരമാധികാരവും ആണവ അവകാശങ്ങളും അടിച്ചമർത്താനുള്ള അമേരിക്കൻ നീക്കങ്ങളാണ് കഴിഞ്ഞ മാസം പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച ചർച്ചകളെ സ്തംഭനാവസ്ഥയിലാക്കിയത്. ഇറാനെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ഇറാന്റെ പ്രധാന പങ്കാളിയായി ചൈന ഉറച്ചുനിൽക്കുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വമോഹങ്ങൾ കേൾക്കുന്ന വലിയ തിരിച്ചടിയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം ചൈനയുമായി ചർച്ച ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ്. നാവിക ഉപരോധം വഴി ഇറാന് പ്രതിദിനം $500 മില്യൺ നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ചൈനയുൾപ്പെടെയുള്ള ഏഷ്യൻ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അമേരിക്കയുടെ സാമ്പത്തിക ഭീഷണികളെ ശക്തമായി പ്രതിരോധിക്കുകയാണ് ഇറാൻ. പശ്ചിമേഷ്യയിൽ ഏകപക്ഷീയമായി അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റങ്ങൾ മേഖലയുടെ സമാധാനം തകർക്കുമ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രാദേശിക ശക്തികൾ സജീവമായി രംഗത്തുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുന്നതിനും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനും സഹായിക്കുന്ന ഒരു ബഹുരാഷ്ട്ര ഒത്തുതീർപ്പ് ശ്രമമാണിപ്പോൾ നടക്കുന്നത്. എന്നാൽ കേവലമായ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങി ഒരു സമാധാന കരാറിനും ഇറാൻ ഒരുക്കമല്ലെന്ന് ഇറാന്റെ മുഖ്യ ചർച്ചകാരനും പാർലമെന്റ് സ്പീക്കറുമായ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാൻ മുന്നോട്ടുവെച്ച 14 പോയിന്റ് സമാധാന നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിക്കുന്നതല്ലാതെ മറ്റേതെങ്കിലും സമീപനം സ്വീകരിച്ചാൽ അത് പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാകുമെന്നാണ് ഗാലിബാഫ് ചൊവ്വാഴ്ച പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ അവകാശങ്ങളെ മാനിക്കാതെയും ഉപരോധങ്ങൾ പിൻവലിക്കാതെയും പശ്ചിമേഷ്യയിൽ ഒരു സമാധാനവും സാധ്യമല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. അമേരിക്കയുടെ സൈനിക ഭീഷണികളെ വെറും വാക്കുകളിൽ ഒതുക്കാതെ പ്രായോഗികമായ തന്ത്രങ്ങളിലൂടെയാണ് ഇറാൻ നേരിടുന്നത്. ഇതിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം ഒരു നിശ്ചിത റൂട്ടിലൂടെ മാത്രം പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു പുതിയ പ്രൊഫഷണൽ സംവിധാനം ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രോജക്ട് ഫ്രീഡം എന്ന അധിനിവേശ ശ്രമങ്ങളിൽ പങ്കാളികളാകുന്നവർക്ക് ഈ റൂട്ട് പൂർണ്ണമായും അടച്ചിടുമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശ നയ കമ്മിറ്റിയുടെ ചെയർമാൻ ഇബ്രാഹിം അസീസി തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ പ്രക്രിയയിൽ ഇറാനുമായി സഹകരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്കും കക്ഷികൾക്കും മാത്രമേ ഇതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ സുരക്ഷാ സംവിധാനത്തിന് കീഴിൽ ഇറാൻ നൽകുന്ന പ്രത്യേക സേവനങ്ങൾക്ക് ആവശ്യമായ ഫീസ് ഈടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് അന്താരാഷ്ട്ര ജലപാതകളിൽ തങ്ങളുടെ സ്വരാജ്യത്വം സ്ഥാപിച്ചുകൊണ്ട് അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിയാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ തളരാതെ തങ്ങളുടെ വിഭവങ്ങളും തന്ത്രപ്രധാനമായ ഭൂശാസ്ത്രീയ സ്ഥാനവും ഉപയോഗിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കൃത്യമായ മറുപടി നൽകുന്ന ഇറാന്റെ ഈ ധീരമായ നിലപാട് പശ്ചിമേഷ്യയുടെ നാളത്തെ ചരിത്രത്തെ മാറ്റിമറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.